നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ മുഴുവനായി ബിദ്അത്തിലേക്ക് പോയി. കളവ് പറയുന്നതിൽ മറ്റെല്ലാവരെയും തോൽപ്പിച്ച് ഫിസ്ഖിന്റെ അങ്ങേയറ്റം ഇവിടെ നടപ്പാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. മാത്രമല്ല ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസീങ്ങളായി വരുന്ന ഉന്നതരായ മശായിഖന്മാർ, ആ മശായിഖന്മാരെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയാണ്. അതല്ലേ നിങ്ങൾ കണ്ടത്? ഹബീബായ തങ്ങളുടെ കാലത്ത് സൂര്യനെ മടക്കി വിളിച്ചു, ചന്ദ്രനെ പിളർപ്പാക്കി. ഇന്ന് വലിയ അഖ്താബീങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യട്ടെ എന്നുവരെ വെല്ലുവിളിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. നേരെ മാറിയ അവസ്ഥകളൊക്കെ ഒരു കാരണവശാലും ഇവരെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, ആ വെല്ലുവിളി കൂടി നമുക്ക് അതിന്റെ ഇടക്കൊന്ന് കേൾക്കാം. വെച്ചുകൊടുക്കും. വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ല, അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. ആരെയാ വിളിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വാരിസീങ്ങളായ അഖ്താബീങ്ങൾ അവരെല്ലാ കാലത്തുണ്ട്. അവരത് പറയും ചെയ്യും, അന ഖുതുബുൽ ആലം, അന ശൈഖുൽ മശായിഖ്, അതുപോലെ തന്നെ അന ഖുതുബുൽ അഖ്താബ്, ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. എവിടെ വരെ എത്തി? അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും ഒരു വെല്ലുവിളി തിരിച്ചു നടത്താനുണ്ട്. അതെന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസാറുകളെ ബറക്കത്തെടുക്കണമെന്നും ബറക്കത്തെടുക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെന്നും കൃത്യമായി ആളുകളെ പഠിപ്പിച്ചവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരുമാണ് ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷഅർ മുബാറക്കുണ്ട്, ഒരു ആസാറുണ്ട്, ഒരു തിരികേശമുണ്ട് എന്ന് പറയപ്പെട്ടാൽ നമ്മൾ അവിടെ പോകും, ബറക്കത്തെടുക്കും. നമ്മൾ ആരോടും അതിൻ്റെ സനദ് ചോദിക്കാറില്ല, നമ്മൾ ആരോടും അതിൻ്റെ രേഖ ചോദിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആസാറാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ വ്യക്തിയിലുള്ള വിശ്വാസത്തെ മാനദണ്ഡമാക്കി അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നവരാണ് നമ്മൾ. മാത്രമല്ല, നമ്മളതിൻ്റെ ബറക്കത്തെടുക്കലും പ്രദർശനമൊക്കെ നമ്മുടെ സാവിയയിൽ തന്നെ നടത്തുന്നതാണ്. അടുത്ത 13-ാം തീയതി ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ അവരുടെ ആസാറുകളുമായി വരുമ്പോൾ നമ്മളതിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. ഇവിടെയുണ്ട് കേരളത്തിൻ്റെ ഏതൊക്കെ ഇപ്പോൾ വൈലത്തൂർ തങ്ങളെ വീട്ടിൽ പല സ്ഥലത്തും ആസാറുകളുണ്ട്. അതൊന്നും ഒരു കച്ചവട കണ്ണോട് അവരാരും കാണാറില്ല. അതൊരു ബിസിനസ്സാക്കി ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോയി. ഇപ്പം നമ്മളവിടെ ആരെങ്കിലും നമ്മൾ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ ഹാദിമീങ്ങളായ ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ ഹദിയ നൽകാറുണ്ട്, അവരത്രയും ദൂരം നിന്ന് കൊണ്ടുവരുന്നു എന്ന നിലക്കല്ലാതെ നമ്മൾ നമ്മുടേതായ നിലപാടിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനാരും വിമർശിക്കാറില്ല, ആരും നിർബന്ധിക്കാറില്ല. അതേ സമയത്ത് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അത് കൃത്യമായി നിങ്ങൾ പറയുക തന്നെ വേണം. 3 വിഷയം ഞാൻ മുന്നിൽ വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന്, ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു, അതിവിടെ സ്ഥിരപ്പെട്ടു, നിങ്ങൾ കളവ് പറഞ്ഞുവെന്ന്. ഹബീബായ തങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട് തന്നെ
ഒന്നിനും കഴിയാത്ത വാപ്പയോട് ഉപമിച്ചു. അവിടുത്തെ വാരിസീങ്ങൾക്കെതിരിൽ കള്ളത്തരം പറഞ്ഞു നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെയ്യൽ മുതൽ അങ്ങനെ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ. ആ ദാത്തിന്റെ പേരിൽ തന്നെ കള്ളത്തരം പറഞ്ഞാൽ അത് മറ്റ് കളവ് പോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ കള്ളത്തരത്തിന്റെ വഴിയിൽ 1 നമ്പറായി നിൽക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ പോയിന്റ് വെറും കളവല്ല, ബിദ്അത്തിലേക്ക് തന്നെ മാറിപ്പോകുന്ന അവസ്ഥ. ഇന്നത്തെ നിങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഹാബിയേക്കാൾ നിരീശ്വരവാദിയേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പിഴച്ച ആദർശങ്ങൾ വിളിച്ചു പറയുന്നത്. മൂന്നാമതായി, നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെയും ഇതിൽ വിശ്വാസമില്ല. ഞാൻ അതിൻ്റെ തെളിവുകൾ ഇവിടെ ഹാജരാക്കി. ഈ 3 വസ്തുതകൾ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെതാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ തന്നെ അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സനദ് ചോദിച്ചിട്ടില്ല, രേഖ ചോദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ഒറിജിനൽ മുബ്തദിഇന്റെ വഴിയിലെത്തി, ഫാസിഖിന്റെ വഴിയിലെത്തി, കദ്ദാബായി മാറി. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഫാസിഖായ ഒരാൾ, കള്ളത്തരം പറയുന്ന ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വരെ കളവ് പറയുന്ന ആൾ, ബിദ്അത്തുകാരനായി മാറിയ ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിൽ തന്നെ കളവ് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായ ഷഅർ മുബാറക്കിൽ നിങ്ങളെ എങ്ങനെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കും എന്ന് ഈ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? എങ്ങനെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും? അന്ന് തന്നെ അവരത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ പലരും മുന്നേ ഇത് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളോട് തർക്കിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം. ആസാറുകൾ വെച്ച് ഇത് റസൂലുള്ളാഹിൻ്റെതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ മതത്തിൽ എന്താണോ ആവശ്യം ആ പ്രമാണം വെച്ച്, അത് സനദാകട്ടെ അതിൻ്റെ പ്രത്യേകതകളാകട്ടെ, ഇത് വെച്ച് നിങ്ങൾ വിശദീകരിക്കാത്ത കാലത്തോളം അതിൽ വിശ്വസിക്കാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ അന്നത്തെ പ്രസംഗവും ഇന്നത്തെ പ്രസംഗവും വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ആ വിഷയം നമ്മൾ അന്ന് ആദർശ മുന്നേറ്റത്തിൽ ഉയർത്തിയ ഒരു ഭാഗം കൂടി വെച്ചു കൊടുക്കും. നിങ്ങൾ അതിന്റെ സനദൊന്ന് വായിച്ചാൽ ഇനി അവിടെ ഞാൻ ഒന്നുകൂടി പറയാ. അത് മുജാഹിദുകളെ ഇബ്ലീസ് നിങ്ങളെ വസ്വാസാക്കിയതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആസാറിന്റെ ആ ബറക്കത്തെടുത്ത് കൊടുത്ത വെള്ളം കുടിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. ആ ഭാഗ്യം ഇല്ലാതെയാക്കാൻ വേണ്ടി വസ്വാസ് ഖൽബിൽ ഇട്ട് തന്നതാണ്. ഹദീസിന് സനദ് പറയും പോലെ, അല്ലെങ്കിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെടാൻ സനദ് പറയുന്നത് പോലെ, തിരികേശമായാലും ആധാറുകളായാലും അതിന് സനദ് വേണം എന്ന വാദം അത് മുജാഹിദുകൾ ശരീഅത്തിൽ വെള്ളം ചേർത്തതാണ്. അത് അംഗീകരിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വകുപ്പില്ല. പിന്നെയോ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ അതിനെ ആദരിക്കലാണ് അദബ് കേട്ടോ. അത് ആരോടുള്ള അദബാണ്, സംശയമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ കൊണ്ടുവന്ന ആൾ മുബ്തദിആയി മാറിയാൽ, കൊണ്ടുവന്ന ആൾ ഫാസിഖായി മാറിയാൽ, കൊണ്ടുവന്ന ആൾ കളവ് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ, അതും ആരെ പേരിൽ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പ നിങ്ങൾക്കൊരു ബാധ്യത വന്നു, അത് തെളിയിക്കുക തന്നെ വേണം. അത് തെളിയിക്കാതെ സമൂഹത്തിന് അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്, ഞങ്ങളൊന്നും ചെയ്തതല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. അതാണല്ലോ ഹബീബായ തോഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരു കാര്യം ഗൗരവത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്.
ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബാബു വുജൂബിർ റിവായത്തി അനി സിഖാത്ത് വതർക്കിൽ കദ്ദാബീൻ. വിശ്വസ്തനാണോ, നമുക്ക് വിശ്വസ്തനെന്ന് ഉറപ്പുള്ള ആളാണോ, ആ ആള് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം. അതേ സമയത്ത് കദ്ദാബായി കള്ളത്തരം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ മാറിയാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്ന ആയത്ത് ഉദ്ധരിച്ച് ഇമാം മുസ്ലിം അത് സ്ഥിരപ്പെടുത്തുകയാണ്. മാത്രമല്ല മുഖദ്ദിമ നോക്ക്, മിഷ്കാത്തിന്റെ അതിൽ കാണാം വമൻ സബത അൻഹു തഅമ്മുദുൽ കദിബി ഫിൽ ഹദീസ്. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ടതിൽ മനഃപൂർവ്വം കളവ് പറയുമെന്ന് ഒരാളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ വൈൻകാന വുഖൂഉഹു ഫിൽ ഉംരി മറ, ജീവിതത്തിൽ ഒരിക്കലാണെങ്കിൽ പോലും വൈൻ തൗബ മിൻ ദാലിക, ഹബീബുമായി ബന്ധപ്പെട്ടതിലാണ് കളവ്, പിന്നെ അവൻ തൗബ ചെയ്താലും ശരി ലം യുഖ്ബൽ ഹദീസുഹു അബദാ, ഒരിക്കലും അയാളുടെ വാക്കുകളെ സ്വീകരിക്കാൻ പാടില്ല. ഹദീസിന് പോലും ഇസ്തിലാഹ് പറയുമ്പോൾ മഹാന്മാര് അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പറയും ഇത് ഞങ്ങളെ ആളുകളോടല്ലേ പറയണ്, അതിന് നിങ്ങളെന്തിനാ ഇടപെട്ടത്? നിങ്ങളെ ആളുകളോട് പറയുകയാണെങ്കിൽ ഒറ്റക്ക് ആരും കേൾക്കാതെ നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞോളി. ഇത് നിങ്ങളെന്താ ചെയ്യുന്നത്? എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ രൂപത്തിൽ ലൈവൊക്കെ നടത്തി മീഡിയകൾക്ക് നിങ്ങൾ തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്? മീഡിയകൾക്കൊക്കെ നിങ്ങളല്ലേ കൊടുത്തത്? എന്ത് വിശ്വാസ്യതയാണ് നിങ്ങൾക്കതിലുള്ളത്? അപ്പോൾ നിങ്ങൾ തന്നെ അത് പ്രചരിപ്പിക്കുകയും മൊത്തത്തിലുള്ള സംഭവമാക്കി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് പറയേണ്ടി വന്നത്. മറ്റേ ഒരുപാട് നാടുകളിലൊക്കെ ആസാറുണ്ട്, ഷഹ്റ് മുബാറക്ക് ഉണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഞങ്ങളും അവിടെ ഷഹ്റ് മുബാറക്ക് സൂക്ഷിക്കുന്നുണ്ട്. അത് ഏടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടിയതൊന്നുമല്ല, മറിച്ച് അതിൻ്റെയൊക്കെ സനദുകൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ വരെ എത്തുന്നത് ആരെ മുമ്പിലും നമുക്ക് പറയാൻ കഴിയും. അതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ സനദായിട്ട് വരിങ്ങൾ. ഞാൻ ചോദിക്കാം നിങ്ങളോട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കുടുങ്ങിയല്ലോ, ഒരുപാടെണ്ണല്ലേ അവിടെ. രക്ഷപ്പെടുത്താൻ ന്യായീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദർശപരമായി ഒന്ന് പ്രസംഗിക്കി, എന്നാൽ അതിൻ്റെ പൂതി തീർത്ത് ബാക്കി ഞങ്ങൾ പറഞ്ഞു തരും. അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിൻ്റെ ഓഫീസിൽ എന്നെ ഒറ്റക്ക് വിളിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ വിഷയം ഒന്ന് ഏറ്റെടുത്ത് സംസാരിക്കണം. ഞങ്ങളയാളെ വിശ്വസിക്കുന്ന കാല. അങ്ങനെയാണ് അന്നത്തെ സംസാരം എന്ന് പറയുമ്പോൾ അതിൽ ചിലതൊക്കെ ഇയാളെ വിശ്വസിച്ചു പറഞ്ഞുകൊണ്ട്, ചിലതത് പറയണം എന്ന് പറഞ്ഞ് എഴുതി തന്ന് പറയിപ്പിച്ചതുണ്ട്. അപ്പോൾ പേരോട് സനദ് എന്ന് പറഞ്ഞ് വായിച്ചു പെട്ടുവരിക്കാം. മർക്കസിൽ ഹസ്രജി വായിച്ചത് സനദാന്ന് പറഞ്ഞു. സനദല്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൽ മുഫസ്സലും മുജ്മലും ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ അത് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അക്കാലത്ത് ഭീഷണിപ്പെടുത്തി ഈ കാര്യം ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നമ്മളെ സംഘടനാ ജയിലിൽ കൊണ്ടുപോയി മാസങ്ങളോളം താമസിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താ? ഈ ഷഹ്റ് മുബാറക്കുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ മാറ്റർ അവരെഴുതിത്തരുന്ന രൂപത്തിൽ പറയാൻ നമ്മൾ തയ്യാറാവാത്തതല്ലേ അതിൻ്റെ ഒരു കാരണം? സുന്നത്ത് ജമാഅത്ത് പറയാൻ നമ്മൾ മെനക്കെട്ടിറങ്ങിയതും ഇതൊക്കെയല്ലേ അന്ന് കാരണം ഉണ്ടായത്. അതിൻ്റെ പേരിൽ എല്ലാ മജ്ലിസുകളും മുടക്കി 1.5 വർഷം നമ്മൾ വീട്ടിലിരുന്ന്, അതിനുശേഷം പ്രത്യേകം കാറിൽ വന്ന് കൊണ്ടുപോയി മൊബൈൽ വരെ മറ്റുള്ളവർ വാങ്ങിവെച്ച് മാസങ്ങളോളം സംഘടനാ ജയിലിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പാണക്കാട് സാദാത്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അങ്ങോട്ടൊറ്റ പോകുമെന്ന് കരുതിയിട്ടാണല്ലോ ഈ പണികളൊക്കെ ഒപ്പിച്ചത്. സത്യത്തിൽ അവരുടെ പ്രസ്താവനകളൊക്കെ നോക്കുമ്പോൾ ഈ കള്ളത്തരവും ഈ കദിബും അവർ നേരത്തെ മനസ്സിലാക്കി എന്നല്ലേ പറയണ്ടി. ഇപ്പം നദ്വി സാഹിബിൻ്റെ ഒരു പ്രസ്താവന വന്നപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാം? മൂപ്പര് നേരത്തെ മനസ്സിലാക്കിയ ആളാണ്, അതുകൊണ്ട് തന്നെ മൂപ്പര് നേരത്തെ പറയാൻ കഴിഞ്ഞു എന്നതല്ലാതെ എന്താണ് അതിൽ കാര്യം? അപ്പം അതുകൊണ്ട് കള്ളത്തരം ഉണ്ടാകുമ്പോൾ അതാണ് ബഹുമാനപ്പെട്ട ശംസുലം ആദ്യം പറഞ്ഞ്, ഈ ടീമിനെ സുന്നിയായി തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. സുന്നിയായി തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ
നിങ്ങളുടെ ഏത് കാര്യത്തിലാ പിന്നെ വിശ്വസിക്കാൻ കഴിയാം? ഞാൻ പറയുന്നത് ഇവർ ഈ ഒരു രൂപത്തിൽ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തി ഇപ്പൊ ഏതുപോലെ നിങ്ങൾ ഫൈസൽ മൗലവി ഒക്കെ എൻ്റെ അടുത്ത് ഷെയർ പാർക്ക് ഉണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേ അതിലപ്പുറമാണ്. അപ്പം എന്താ ഉണ്ടാകുക? അയാൾ കദ്ദാബാണ്, മുബ്തദിയാണ്, ഫാസിക്കാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വീകരിക്കൂല, രേഖ വേണമെന്ന് പറയൂലേ? അതിലപ്പുറത്താണ് ഇയാള്. അതവിടെ സംഭവിച്ചത്. കാരണം ഇവരെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒരു സുന്നിയാവാൻ നോക്കുക, ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു, നിങ്ങൾ തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം നിങ്ങൾ കളിച്ചത് സെന്റർ പോയിന്റാണ്. ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറ എത്ര വ്യക്തമായി കാര്യം. അത്